പാരീസ് നഗരത്തിന്റെ ഹൃദയത്തിലൂടെ ഒഴുകുന്ന നദിയാണ് സെയിൻ. പാരീസ് നഗരജീവിതവുമായി സെയിൻ നദിക്ക് നല്ല ബന്ധമുണ്ട്. ഈഫൽ ഗോപുരത്തിൽ നിന്നും സെയിൻ നദി മനോഹരിയായി കാണപ്പെടുന്നു. നഗരത്തിലെ മിക്ക പാലങ്ങളും വിനോദസഞ്ചാര കേന്ദ്രങ്ങളാണ്. 19-20 നൂറ്റാണ്ടുകളിലെ പല കലാകാരന്മാർക്കും സെയിൻ നദി ഒരു പ്രചോദനമായിട്ടുണ്ട്. പാരീസിന്റെ നഗരത്തിലൂടെ ഒഴുകുന്ന ഈ നദിക്ക് 776 കിലോമീറ്റർ നീളമുണ്ട്. പാരീസ് തടത്തിലെ പ്രധാന വ്യാവസായിക ജലപാത കൂടിയാണ് ഈ നദി. സോഴ്സ് സെയിൻ എന്ന പ്രദേശത്ത് നിന്നും ഉദ്ഭവിച്ച് പാരീസിലൂടെ ഒഴുകി ലാ ഹാവ്രയിൽ വെച്ച് ഇംഗ്ലീഷ് ചാനലിൽ പതിക്കുന്നു. സമുദ്രത്തിൽ നിന്നും 120 കിലോമീറ്ററോളം ദൂരം ഈ നദിയിലൂടെ കപ്പലുകൾക്ക് സഞ്ചരിക്കാവുന്നതാണ്. പാരീസ് നഗരത്തിൽ മാത്രം ഈ നദിക്ക് കുറുകെ 37 പാലങ്ങളുണ്ട്. ഇതെല്ലാം ടൂറിസ്റ്റ് സ്പോട്ടുകൾ കൂടിയാണ് കേട്ടോ. സെയിൻ എന്ന പേര് വന്നത് ലാറ്റിൻ ഭാഷയിൽ നിന്നാണ്. സെക്വാന എന്ന വാക്കിൽ നിന്നാണ് സെയിൻ എന്നുള്ള പദം വന്നിട്ടുള്ളത്. വിശുദ്ധ നദി എന്നാണ് അതിന്റെ അർത്ഥം. ജീൻ ബ്രൂവൽ സ്ഥാപിച്ച പാരീസിലെ ഏറ്റവും വ്യാപകമായി അറിയപ്പെടുന്ന ബോട്ട് ഓപ്പറേറ്ററായ കമ്പനി ദെ ബോട്ടെ മൂഷ് രജിസ്റ്റർ ചെയ്ത വ്യാപാര മുദ്രയാണ് ബാറ്റു മൂഷ്. നഗരത്തിനുള്ളിൽ നദിയിൽ പ്രവർത്തിക്കുന്ന അത്തരം എല്ലാ ബോട്ടുകളെയും സൂചിപ്പിക്കാൻ ഈ പദപ്രയോഗം പൊതുവെ ഉപയോഗിക്കുന്നു. ബാറ്റു മൂഷ് അക്ഷരാർത്ഥത്തിൽ ഫ്ലൈ ബോട്ടുകളാണ്. എന്നിരുന്നാലും ലിയോണയിലെ മോഷെ പ്രദേശത്തുള്ള ബോട്ട്യാർഡുകളിൽ അവ ആദ്യം നിർമ്മിച്ചതിനാലാണ് ഈ പേര് ഉണ്ടായത്. ആധുനിക ബോട്ടുകൾ പാരീസിലെ പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളാണ്. ബോട്ടുകൾക്ക് പലപ്പോഴും തുറന്ന അപ്പർ ഡെക്കും അടച്ചിട്ട താഴത്തെ ഡെക്കുമുണ്ട്. ചിലതിന് പ്രതികൂല കാലാവസ്ഥയിൽ തുറന്ന ഡെക്കിനെ സംരക്ഷിക്കാൻ അടയ്ക്കാൻ കഴിയുന്ന സ്ലൈഡിംഗ് കനോപ്പികളുമുണ്ട്. ബോട്ടുകൾ ഓരോന്നിനും 1000 യാത്രക്കാരെ വരെ ഉൾക്കൊള്ളാൻ കഴിയും. മിക്ക ബോട്ട് ടൂറുകളിലും നദിക്കരയിലുള്ള കാഴ്ചകളെ കുറിച്ച് തത്സമയം അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്ത വ്യാഖ്യാനം ഉൾപ്പെടുത്തുന്നു. ഒരു സാധാരണ ക്രൂയിസ് ഏകദേശം 1 മണിക്കൂർ നീണ്ടു നിൽക്കും. പല കമ്പനികളും ഉച്ചഭക്ഷണവും അത്താഴ ക്രൂയിസുകളും വാഗ്ദാനം ചെയ്യുന്നു. വൈകുന്നേരങ്ങളിൽ ലാൻഡ്മാർക്കുകളിൽ വെളിച്ചം വീശുന്നതിനായി മിക്ക ബോട്ടുകളിലും ലൈറ്റുകൾ സജ്ജീകരിച്ചിരിക്കുന്നു. സെയിൻ നദി പാരീസിന്റെ മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്നതിനാൽ നഗരത്തിന്റെ വലിയൊരു ഭാഗം ബോട്ട് ടൂറിൽ ഉൾക്കൊള്ളുന്നു. യാത്രക്കാർക്ക് മറ്റു സ്ഥലങ്ങൾക്കൊപ്പം ഐഫൽ ടവർ, നോട്രഡാം പാരി, പോണ്ട് ന്യൂവ്, ഓർജെ മ്യൂസിയം, ലൂവർ മ്യൂസിയം എന്നിവയും കാണാൻ കഴിയും. യാത്രക്കാർക്ക് നെപ്പോളിയന്റെ ശവകുടീരമായ ലെസ് എവാൻറ്റലിയും കാണാൻ പറ്റും. പാരീസിൽ പോയി കഴിഞ്ഞാൽ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്തതൊന്നാണ് ബോട്ട് ക്രൂയിസ്. 1 മണിക്കൂർ ബോട്ട് യാത്രയ്ക്ക് ഏകദേശം ചെലവ് വരുന്നത് 30 യൂറോ ആണ്. അത് ഓൺലൈനായിട്ട് നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാം, അല്ലെങ്കിൽ നേരിട്ട് പോയി അവിടെ കൗണ്ടറുകളിൽ നിന്നും ബുക്ക് ചെയ്യാം. ടിക്കറ്റ് എടുത്ത് നേരെ ബോട്ടിലേക്ക് കയറി അപ്പർ ഡെക്കിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ ബോട്ട് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ അവര് അനൗൺസ്മെന്റ് തുടങ്ങും. എന്തൊക്കെയാണ് അവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് എന്നുള്ളത് ഇംഗ്ലീഷിലും സ്പാനിഷിലും ഫ്രഞ്ചിലും അനൗൺസ് ചെയ്യുന്നുണ്ട്. ബോട്ടിലിരുന്ന് വൈകിട്ട് ഐഫലിന്റെ വ്യൂവും ഭയങ്കര രസമുള്ളതാണ്. ആ സമയത്ത് അതുവഴി പോകണം. അപ്പൊ മറ്റൊരു പാരീസ് വിശേഷവുമായിട്ട് പിന്നെ കാണാം. അപ്പൊ ശരി.